الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد വിശുദ്ധ റമളാനിലെ അതിമഹത്തായ ഒരു രാത്രിക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. 23ാമത്തെ രാത്രിയും ജുമഅയുടെ രാത്രിയുമാണിന്ന്. ഇന്ന് നമ്മുടെ സമീപ സ്ഥലങ്ങളിൽ 2 പേർ മരണപ്പെടുകയുണ്ടായി. ഒന്ന് ഞാലിൽ കരീം എടയപ്പുറം, മറ്റൊന്നൊരു ആക്സിഡന്റിനെ തുടർന്ന് വടക്കനേത്തിൽ അബൂബക്കർ എന്ന ഒരു സഹോദരനും. ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ നമ്മോടൊപ്പം ജീവിച്ചവർ പടച്ചവന്റെ കൽപ്പനപ്രകാരം അവനിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. അള്ളാഹു അവർക്ക് ഇഹപര ജീവിത വിജയം നൽകുന്നതോടൊപ്പം എല്ലാ ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ജുമഅയുടെ ഒരു രാത്രിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇസ്ലാമിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മഹത്വം ദർശിക്കുകയും അതിന് വമ്പിച്ച പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂല് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിട്ടുള്ളതിലൊന്ന് സ്വലാത്താണ്. ഇസ്ലാമിലെ ഒരു പ്രത്യേകത, ഒരു 2 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ജനങ്ങൾ പല വഴിയിലും മാറി ചിന്തിക്കാനുണ്ടായ ഒരു കാരണം രാഷ്ട്രീയ വേർതിരിവുകളും അതിൽ മനമെടുത്തിട്ട് വേർതിരിഞ്ഞ് ഒറ്റപ്പെട്ട് ദുഹദിലേക്ക്, ആത്മവിചാരണ സംസ്കരണ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ തിരിഞ്ഞതാണ്. അപ്പൊ ശാന്തമായി എവിടെയെങ്കിലും ഇരിക്കാം, സമയം ചെലവഴിക്കാം, അള്ളാഹുവിനെ വിചാരിച്ചു കൊണ്ടിരിക്കാം എന്നൊക്കെ തുടങ്ങുന്ന ചിന്താഗതികൾ അത് 2ാം നൂറ്റാണ്ടിലാണ് തുടങ്ങുന്നത്. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ എന്നത് നബിയിൽ മാതൃകയുണ്ടാകണം. ചീത്ത കാര്യങ്ങൾക്ക് ഒരിക്കലും പ്രവാചകനിൽ മാതൃകയുണ്ടാവുകയില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ഖുർആൻ ഒരു സ്ഥലത്ത് അടയാളപ്പെടുത്തിയത്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഗുണകരമായ മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, നന്മകൾ നിറഞ്ഞ മാതൃകയുണ്ട്. അത് അള്ളാഹുവിനെ പരലോകത്ത് പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ കൂലി തേടുകയും പരലോക ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്ക്. അപ്പൊ ഏതൊരു കാര്യവും നല്ലത് എന്ന തീരുമാനത്തിൽ അനുചരരെ പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാൾ നബിയാണ്. അതുകൊണ്ട് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഉണർത്തിയത്, വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫന്തഹു. അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളോട് ആവശ്യപ്പെട്ടതും കൽപ്പിച്ചതും നിർദ്ദേശിച്ചതും നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങളത് ചെയ്യണം. പ്രവാചകൻ നിരോധിച്ചത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. അതിൽ പിന്നെ ന്യായവാദങ്ങളൊന്നുമില്ല. അത് ഖുർആനിൽ ഒരു ചെറിയ സംഭവം പോലും വേർതിരിഞ്ഞവരെ അഭിപ്രായ പ്രകടനമുണ്ടായപ്പോൾ അള്ളാഹു വിശ്വാസികളെ താക്കീത് ചെയ്ത ഒരായത്തുണ്ട്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുൽ അൽ ഖിയറത്തു
അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉരുവിടേണ്ട കാര്യമില്ല. അതങ്ങനെ ആയാൽ നല്ലതാണ്, ഇതിങ്ങനെ ആയാൽ നല്ലതാണ് എന്നിങ്ങനെ. അപ്പൊ ഞാൻ ഈ സ്വലാത്ത് പറഞ്ഞപ്പോഴാണ് ഇത്രയും അതിൻ്റെ ഒരു ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വലാത്ത് കൽപ്പിച്ചതാണ്. ആ കൽപ്പിച്ച സ്വലാത്ത് എങ്ങനെ നിർവഹിക്കണം എന്ന് റസൂലുള്ള നേർക്ക് നേരെ മുഴുവൻ സഹാബികളെയും പഠിപ്പിച്ചു. അത് ഒരാളോ രണ്ടാളോ 10 ആളോ 100 ആളോ അല്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വിശ്വാസികളോട് നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്വലാത്ത് എന്തെങ്കിലും ഒരു പദം പറയലല്ല, അനുഗ്രഹം വർഷിക്കലാണ്. മലക്കുകളുടെ ഭാഗത്ത് നിന്നുള്ള നബിയുടെ മേലുള്ള സ്വലാത്ത് കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്നാകട്ടെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും വിജയവും ഇതെല്ലാം നബിക്ക് ഉണ്ടാകണം എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ അവർ മുൻകഴിഞ്ഞു പോയ നബിമാരെയും ഉൾപ്പെടുത്തും. അപ്പൊ അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചപ്പോൾ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾക്ക് അങ്ങയോട് സലാം പറയേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടത്? കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, ഖൂലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെ നബി പഠിപ്പിച്ചു. ഒരു റിവായത്തിൽ ഫിൽ ആലമീന എന്ന പദമുണ്ട്. അതുപോലെ രണ്ടാമതും അല്ലാഹുമ്മ ബാരിക് എന്ന് പറയുന്ന അല്ലാഹുമ്മ എന്ന വാക്കും ചില ഹദീസ് റിവായത്തുകളിൽ കാണാം. അപ്പൊ സ്വലാത്ത് പൂർണ്ണമായി പഠിപ്പിച്ചു. അപ്പൊ അതിന് ഒരുപാട് നന്മകൾ പറഞ്ഞു. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അഷറ. ഏതൊരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് നിർവഹിക്കുന്നോ അള്ളാഹു അതിന് പകരം 10 സ്വലാത്താണ് നിർവഹിക്കുക. സ്വലാത്തിൽ ഒരാൾ അവൻ്റെ മനസ്സ് വ്യാപൃതമായാൽ അവൻ്റെ ജീവിതത്തിലെ ഇടങ്ങേറുകളും മനോദുഃഖങ്ങളും സങ്കടങ്ങളുമെല്ലാം അള്ളാഹു നീക്കം ചെയ്യും. അതിൻ്റെ ഫളിലാണ്, ഷറഫ്, അതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ റസൂല് ബോധ്യപ്പെടുത്തിയത്. ഏതൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടവനും അതിൽ നിന്ന് രക്ഷ തേടുന്നതിനും ഈ സ്വലാത്ത് ഉപകരിക്കും. അങ്ങനെ പല അനുഗ്രഹവും ദുനിയവിയായും ഉഖ്റവിയായിട്ടും സ്വലാത്ത് എന്ന ഈ മഹത്തായ അമലിനും ഇബാദത്തിനും ഉണ്ട്. അപ്പൊ സ്വലാത്ത് ഉണ്ടാകണം. പക്ഷേ ഒരു 2 നൂറ്റാണ്ടൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇത് സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് പുതിയ പുതിയ സ്വലാത്തുകൾ ദേശ ഭാഷ വ്യത്യാസമനുസരിച്ച് ഓരോരുത്തർ നിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ പിന്നാലെ പിന്തുടർന്നിട്ട് അത് ആചരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലം വന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് പൂർണ്ണമായും നിരാകരിക്കേണ്ടതാണ്. അതിന് സ്വീകാര്യതയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയില്ല, അതിന് പ്രതിഫലവും ഇല്ല, അത് തള്ളിക്കളയേണ്ടതാണ്.
എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ഈ രണ്ട് സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസില് മൻ കദിബ അലയ്യ, എന്റെ മേൽ ആരെങ്കിലും കളവായി ഒരു കാര്യം പ്രചരിപ്പിച്ചാൽ, സ്വലാത്ത് ഇപ്പൊ നബിയുടെ മേലിൽ വേറൊരു സ്വലാത്ത് ഉണ്ടാക്കുന്നത് കളവായിട്ടാണ്. അത് മറ്റാരോടെങ്കിലും നിങ്ങൾ കളവ് പറയുന്ന ആ ശിക്ഷയല്ല അതിനകത്തുള്ളത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എലിജിന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. കളവ് പറയുക എന്നതൊരു ദോഷമാണ്. അള്ളാഹു അത് പുറത്തു കൊടുക്കാതിരിക്കാം. പക്ഷെ നബിയുടെ മേലായി കഴിഞ്ഞാൽ അതിൻ്റെ പര്യവസാനം നരകമാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് ഗൗരവമായി താക്കീത് ചെയ്യുകയുണ്ടായി. പിൽക്കാലത്ത് നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആളുകൾ അതിനോടാണ് അനുകമ്പ കാണിക്കുന്നത്. അതിലൊന്ന് സ്വലാത്തുൻ നാരിയ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, കേട്ടിട്ടുണ്ട്. അത് ഇസ്ലാമിൽ ഇല്ല. അതൊരു പ്രാവശ്യം പോലും ഒരാൾ ചൊല്ലേണ്ടതുമില്ല. അതിന് നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടതുമില്ല. അത് സ്വലാത്തുൻ നാരിയ, അത് പിൽക്കാലത്ത് ഏതോ ഒരു മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയതാണ്. നബിയുടെ മേലാണ് ഇതെല്ലാം അവരോധിച്ചത്. റസൂലുള്ളയുടെ ജീവിതകാലത്ത് അങ്ങനെ ഒരു സലാത്ത് പരിചയമില്ല. സഹാബികൾക്ക് പരിചയമുള്ള സലാത്ത് മുസ്ലിം ലോകത്തിന് ഒന്നടങ്കം മനപ്പാടമുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ്. അതിൻ്റെ ഏറ്റവും ചുരുക്ക രൂപം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നാവുന്നു. അതുപോലെ നബിയുടെ പേര് കേൾക്കുമ്പോൾ ഉള്ള സ്വലാത്തും നമുക്കറിയാം, സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്താണ് ചെല്ലുക. അപ്പോഴൊരു പ്രാർത്ഥനയാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഇതിനനുബന്ധമായി ജീവിതത്തിൽ നാം പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന ഏതൊരു ചെറിയ അമലാണെങ്കിൽ പോലും അതിൻ്റെ നിദാനം നബിയിൽ നിന്നാണോ എന്ന് അന്വേഷിച്ച് ബോധ്യം വന്നിട്ട് അത് നമ്മൾ അനുവർത്തിക്കലാണ് ദീൻ രക്ഷപ്പെടുന്നതിന് ഏറ്റവും ഉത്തമമായ കാര്യം. എല്ലാവരെയും ഉണർത്തുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 7 ദിനരാത്രങ്ങൾ ബാക്കി നിൽക്കെ എന്ന് പറഞ്ഞ ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു രാത്രി കൂടിയാണ്. 9, 7, 5 ഇങ്ങനെയാണല്ലോ സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസ്. ലൈലത്തുൽ ഖദർ എപ്പോഴാണ് പ്രതീക്ഷിക്കുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ അങ്ങനെയെങ്കിൽ, അല്ലെങ്കിൽ നാം ഓരോരുത്തരുടെയും നെയ്യത്തനുസരിച്ച് പടച്ചവൻ നിശ്ചയിച്ച ആ ദിനരാത്രങ്ങളിൽ നമ്മുടെ സാന്നിധ്യം അള്ളാഹു സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദറും അതിൻ്റെ ഫളിലുകളും പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കുറവുകളും പരിഹരിച്ച് മാപ്പാക്കി തരുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا لا إله إلا أنت سبحانك إني كنت من الظالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.